2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക് സമ്മാനിച്ചു. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ M മുകുന്ദനാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പല മതിൽക്കെട്ടുകളും ഭേദിച്ചുകൊണ്ട് സാമ്പ്രദായമല്ലാത്ത രീതിയിൽ പല രചനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പരീക്ഷണം അദ്ദേഹം വളരെ നടത്തിയിട്ടുണ്ട്. വളരെ ബോൾഡായിട്ട്, ആരും ഭയപ്പെടാതെ സംവിധാനങ്ങൾ എതിർത്തുകൊണ്ട് എഴുതിയ പല കഥകളും വലിയ ചർച്ചയായിട്ടുണ്ട്. ഞാനൊരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ ആധുനികത എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. സക്കറിയ ഒരു കൂട്ടായ്മയുടെയും ഭാഗമായിരുന്നില്ല, സക്കറിയായിരുന്നു. സാധാരണ നമ്മൾ എഴുത്തുകാർ പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, എഴുത്തുകാർക്ക് ബലം ലഭിക്കുന്നത് എഴുത്തുകാർ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോഴാണെന്നുള്ളതാണ്. എഴുത്തുകാർ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ, എഴുത്തുകാർ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ എത്ര ദുർബലനായ എഴുത്തുകാരനും ബലവാനാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ സക്രിയ തെളിച്ചത് നേരെ മറിച്ചാണ്. ഒരു എഴുത്തുകാരൻ ഒറ്റപ്പെടുമ്പോഴും തനിയെ നടക്കുമ്പോഴാണ് ശക്തനാകുന്നത് എന്നുള്ളതാണ്. പുരസ്കാര ചടങ്ങ് തുടരുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് 60 കൊല്ലം മുമ്പാണ് 1964 ജനുവരി 26-നാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത്. അക്കാലത്ത് ജനുവരി 26-ൻ്റെ ലക്കം റിപ്പബ്ലിക് ദിനപ്പതിപ്പാണ്. റിപ്പബ്ലിക് വിശേഷാൽ പ്രതിയാണ്. അതിലെല്ലാ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ഓരോ കഥയുണ്ടാവും. ഏറ്റവും പ്രമുഖരുടെ കഥകളാണ് റിപ്പബ്ലിക് ദിനപ്പതിൽ അന്ന് മലയാള കഥയായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത്. ലളിതാംബിക അന്തർജനം, ബഷീർ, T. പത്മനാഭൻ, MT വാസുദേവൻ നായർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കഥകളായിരുന്നു അന്ന് മലയാളം കഥയായിട്ട് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനന്ന് കഥ എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അത്യാഗ്രഹം പൂണ്ട ഒരു സങ്കല്പത്തിൽ പോലും എൻ്റെ പേര് ചേർത്ത് പറയാനാവാത്ത, ഒരിക്കലും സാധിക്കാത്ത ആ വിശുദ്ധമായ ഇടത്തിലാണ് പൂർണ്ണ അജ്ഞാതനായ ഒരു 18 വയസ്സുകാരൻ്റെ കഥ അന്ന് അച്ചടിച്ചു വരുന്നത്. അതൊരു അസാധാരണ പത്രാധിപ തീരുമാനമായിരുന്നുവെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. കാരണം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു എഴുത്തുകാരന് റിപ്പബ്ലിക് പതിപ്പിലെ അത്തരം ഒരു പ്രധാന ഇടം കൊടുത്തതിൽ ഒരു എഡിറ്റോറിയൽ റിസ്ക് ഉണ്ട്, ഒരാപത്തുണ്ട്. ആ എഡിറ്റോറിയൽ തീരുമാനം എടുക്കുന്നതിൽ ഒരുപക്ഷെ ആ ഒറ്റ കഥ കൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിപ്പോയേക്കാമായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവൻ്റെ കഥ പ്രസിദ്ധീകരിച്ചത്, എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം എന്ന ചോദ്യം വരും. ഒരുപക്ഷെ ഞാനൊരു വ്യാജനായേക്കാമായിരുന്നു. വാസ്തവത്തിൽ ഞാനൊരു വ്യാജനല്ല എന്ന് എനിക്കിന്നും ഉറപ്പില്ല. എൻ്റെ കഥ പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനമെടുത്ത NV കൃഷ്ണവാര്യരെയും MT വാസുദേവൻ നായരെയും അന്ന് ഞാൻ അവരുടെ എഴുത്തിലൂടെ മാത്രമേ കേട്ടിട്ടേ ഉള്ളൂ. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വന്ന വഴികളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു സക്കറിയ. വേറിട്ട വഴി വെട്ടിത്തെളിച്ച് ഒറ്റയ്ക്ക് സഞ്ചരിച്ചതിലാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ ആയിരുന്നു ചടങ്ങിൽ അധ്യക്ഷൻ. ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു.